സി കെ അഭിലാലിലേക്ക് നമുക്ക് ആദ്യം പോകാം. സി കെ അഭിലാൽ, ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നാണ് നേരത്തെ വിശദമായി തന്നെ വിവരങ്ങൾ നൽകിയത്. പുലർച്ചെയാണ് അപകടമുണ്ടായത്. അയ്യപ്പ ഭക്തർ മടങ്ങി വന്ന ലോറിയിലേക്ക് ഈ കാർ പാഞ്ഞു വന്ന് ഇടിക്കുകയായിരുന്നു. ഉറങ്ങിപ്പോയതാകാം ഡ്രൈവർ എന്ന നിഗമനമാണ്. അതെ, ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും കാർ നല്ല വേഗത്തിൽ തന്നെയായിരുന്നു എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട്. അഭിലാൽ, ഈ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവിടെ പരിശോധനയ്ക്കായി എത്തിയെന്ന വിവരം നേരത്തെ അഭിലാൽ നൽകിയിരുന്നല്ലോ. നേരത്തെ ഈ ഉറങ്ങിപ്പോയതാണ്. വേഗതയുമായി ബന്ധപ്പെട്ടും ചില സംശയങ്ങൾ, അത് വേഗത കൂടുതലായിരുന്നോ എന്ന സൂചന CCTV ദൃശ്യങ്ങളിലുണ്ട് എന്നതുമൊക്കെ അഭിലാൽ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പുലർച്ചെയാണ്, വലിയ തിരക്കില്ലാത്ത സമയമാണ്, വാഹനം അധികം റോഡില്ലാത്ത സമയമാണ്. സാധാരണ നിലയിൽ ഇങ്ങനെ അല്പം ദൂരെ യാത്ര ചെയ്ത് വരുന്ന ആളുകളൊക്കെ അല്പം വേഗതയിൽ തന്നെ ആയിരിക്കും കടന്നു പോകുക. അതും നല്ല റോഡുമാണ്. ഈ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്? മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പത്തനംതിട്ട RTO H അൻസാരി കൂടി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രഥമ പരിശോധന പൂർത്തിയാക്കിയ ശേഷം അല്പം മുമ്പ് മാതൃഭൂമി ന്യൂസുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഈ അപകട സ്ഥലത്തേക്ക് ആദ്യം എത്തിയത് തൊട്ടടുത്ത വീട്ടുകാരാണ്. അവർ കുടുംബാംഗങ്ങൾ 3 പേരോടും അദ്ദേഹം വിശദമായി സംസാരിച്ച് വരികയാണ്. ആദ്യഘട്ട പരിശോധന പൂർത്തിയാക്കിയ ശേഷം സംസാരിച്ചപ്പോൾ പങ്കുവച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ വാഹനം അമിത വേഗതയിലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് ഡ്രൈവർ ഉറങ്ങിപ്പോയത് അപകടത്തിന് വഴിവെച്ചു എന്നുള്ളത് തന്നെയാണ്. CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ അതിൽ വാഹനം കടന്നു പോകുന്നത് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണയിൽ കവിഞ്ഞ വേഗം ഉണ്ട് എന്നത് തന്നെയാണ്. മറ്റൊന്ന്, റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അപാകത ഉണ്ട് എന്ന്, ശാസ്ത്രീയമായ ഏതെങ്കിലും പിഴവുകൾ റോഡ് നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. സാധാരണ മെച്ചപ്പെട്ട യാത്ര സാധ്യമാകുന്നതിന് സൗകര്യപ്രദമായ ഒരു പാതയാണ് ഇത്. അതുകൊണ്ട് തന്നെ രാത്രി കാലയളവ് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഒരു അവധി ദിവസത്തിൻ്റെ പുലർച്ചെ എന്നതിനാൽ തന്നെ റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കുറവായിരുന്നു. അത് സാധാരണഗതിയിൽ തന്നെ ഡ്രൈവർമാർ ആക്സിലറേറ്ററിൽ കാല് കൊടുത്ത് വേഗത്തിൽ കടന്നു പോകുന്നതിന് അവർക്കൊരു പ്രേരണയാണ്. സമാനമായ ഒരു സാഹചര്യം ഇവിടെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവിലെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ അപകടവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പങ്കുവെച്ചപ്പോൾ നമ്മുടെ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് താഴെ പലരും കമൻറ്റ് ചെയ്തത് റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ വെക്കണം എന്നുള്ളതും ഹമ്പുകൾ ഘടിപ്പിക്കണം എന്നുള്ളതുമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ RTO കൂടി ചോദിച്ചപ്പോൾ അദ്ദേഹം പങ്കുവെച്ച പ്രധാനപ്പെട്ട വിവരം, പ്രധാനപ്പെട്ട റോഡുകളിൽ ഹമ്പുകൾ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഒരു പക്ഷേ പലപ്പോഴും വേഗതയിൽ കടന്നു വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് ഹമ്പ് കണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് കൂടുതൽ അപകടത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കും എന്നുള്ള അനുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട റോഡുകളിൽ അമിത വേഗതയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന പശ്ചാത്തലത്തിൽ സ്പീഡ് ബ്രേക്കറുകൾ വെക്കുന്നതിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ തന്നെ സാധ്യമല്ല എന്നുള്ളതാണ്. അങ്ങനെ വെച്ചാൽ തന്നെ അത് അപകടത്തിനിടവരും എന്നുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശം വന്നതും